ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? ഞാനൊരിടം വരെ പോവാ കേട്ടോ. എവിടെയാണെന്നല്ലേ ഞാൻ പറയാം. ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്നറിയാമോ? അവിടെ ഒരാൾ നിൽപ്പുണ്ട്, ഫോൺ വിളിക്കുക. ഇവിടെ സൗണ്ട് ആയതുകൊണ്ട് മാറി നിന്ന് ഫോൺ വിളിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് അബുദാബിക്കാട്ടോ. എന്തിനാണെന്ന് ഞാൻ പറയാം. അപ്പോൾ പുള്ളി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. വന്ന വരവിന് ടാക്സി ഒക്കെ കിട്ടി ഞങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള ബസ് സ്റ്റേഷനിൽ എത്തി കേട്ടോ. ഇത് വളരെ അടുത്താണ്, ഏകദേശം ഒരു 5 മിനിറ്റ് ടാക്സിയിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതാണ് അൽ ഗുബൈബ ബസ് സ്റ്റേഷൻ. പറയാൻ ഇച്ചിരി പാടാണെങ്കിലും കാണാൻ നല്ല രസമാണ് ഇവിടെ. ഞാൻ ആദ്യമായിട്ടോ കേട്ടോ അൽ ഗുബൈബ ബസ് സ്റ്റേഷനിൽ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സ്റ്റേഷനകത്തുള്ള കാര്യങ്ങൾ. നമ്മളിവിടെ ക്യൂ നിൽക്കണം. അതിന് മുന്നേ നമ്മൾ അകത്ത് കയറി ഇരിക്കണം. അടുത്ത ബസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിന് നമുക്കിവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, നമുക്ക് അവിടെ ഇരിക്കാം. അത് കഴിയുമ്പോൾ അവർ വന്ന് വിളിക്കും, അതിനനുസരിച്ച് നമ്മൾ ക്യൂവിൽ നിൽക്കണം. ഞാൻ വിചാരിച്ചത് എനിക്ക് ഈ ബസ്സും കഴിഞ്ഞ് അടുത്ത ബസ്സിനെ പോകാൻ പറ്റുള്ളൂ എന്ന്, കാരണം അത്രത്തോളം തിരക്കുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ലേഡീസ് ആയതുകൊണ്ടും ഫാമിലി ആയതുകൊണ്ടും നമ്മളെ അവർ ആദ്യം കൊണ്ട് നിർത്തി മുന്നിൽ. അതുകൊണ്ട് എനിക്ക് ഈ ബസ് തന്നെ കിട്ടി. അപ്പോൾ കണ്ടോ എല്ലാവരും ക്യൂ ആയിട്ട് പോകുന്നത്. ആ ബസ്സിൽ കുറച്ച് പേരെ അവരെങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കും. ആ ബസ് നിറയുവാണെങ്കിൽ അതങ്ങനെ പോകും. സ്ഥലമുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെയും കൂടെ റിലീസ് ചെയ്യും. അങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും ആ ബസ് നിറഞ്ഞില്ല. അപ്പോഴത്തേക്ക് ഞങ്ങളെ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നടന്ന് പോവാട്ടോ ബസ് കയറാനായിട്ട്. എനിക്കങ്ങനെ ആ ബസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക്. അപ്പോഴേക്ക് സമയം ഒരു 6-6:30 ആയിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ഡിന്നർ ടൈമാണ്. ഞാൻ റോബസ്റ്റ ബനാന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാട്ടോ ഞാൻ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി കേട്ടോ. ഇതാട്ടോ ഞങ്ങൾ വന്ന ബസ്. അടുത്ത് നിങ്ങൾ കണ്ടില്ലല്ലോ, ഇപ്പം കണ്ടല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇറങ്ങിയത് അൽ ഷഹാമയിലാട്ടോ. അപ്പോൾ സിസ്റ്ററും ഫാമിലി നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇവിടെ ഇറങ്ങിയത്. അല്ലെങ്കിൽ നമ്മൾ അബുദാബിയിൽ ഇറങ്ങത്തുള്ളായിരുന്നു. ഇവിടെയാണെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു. ഇറങ്ങിയ പാടെ ഞാൻ കിട വിറയ്ക്കാൻ തുടങ്ങി. അത്രയും തണുപ്പ് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. കാരണം ദുബായിൽ ഇത്രയും തണുപ്പുണ്ടായിരുന്നില്ല. തണുപ്പ് വന്നാലും ചൂട് വന്നാലും ഏറ്റവും കൂടുതൽ വരുന്നത് ദുബായിയേക്കായി അബുദാബിയിലാട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ അവിടെ നിന്ന് കിട വിറയ്ക്കുമായിരുന്നു. അങ്ങനെ അവിടെ തണുപ്പ് സഹിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പം ഓപ്പോസിറ്റ് അത് പെട്രോൾ പമ്പാണ്. അതിൻ്റെ അപ്പുറത്ത് വലിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി നിന്നു. കുറേ നേരത്തിന് ശേഷം അവർ വന്നു കേട്ടോ. ഇതാണ് അവർ. അങ്ങനെ കുറേ നേരത്തെ വർത്താനത്തിന് ശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറി കേട്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് വീട്ടിലോട്ടാണ്. ഇവിടുത്തെ റോഡുകളിൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വണ്ടികളൊക്കെ നമുക്ക് ഇടയ്ക്ക് കാണാൻ പറ്റും. ഇവിടെയുള്ളവർക്ക് ഇതിൻ്റെ തന്നെ ഒരു വെറൈറ്റി കളക്ഷൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തൊക്കെ തരം വണ്ടികളാണ് നമുക്കിതൊന്നും അറിയില്ലെങ്കിലും കാണാൻ നല്ല രസമാണ്. ഒരാൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ആ കൊച്ചിനെ പേടിപ്പിക്കാൻ വേണ്ടി പ്രേതത്തിൻ്റെ ഫോട്ടോ നോക്കുക. കണ്ടോ? അവനുണ്ടോ പേടിക്കുന്നു? അവനിതൊന്നും ഒരു പേടിയുമില്ല. അഥവാ അവൻ പേടിക്കുകയാണെങ്കിൽ നമ്മളെ അടിക്കും, അല്ലാതെ അവൻ പേടിച്ച് കരയുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെ ഞങ്ങൾ ആ ചേച്ചിയുടെ വീട്ടിലെത്തി കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലാണ് വീട്. കണ്ടോ? ഇതാട്ടോ വീട്. ഇതൊരു 2 BHK ആണ് കേട്ടോ. അവരിങ്ങോട്ട് മാറിയിട്ട് ഒരു 3 മാസമൊക്കെ ആയിട്ടുള്ളൂ. ഞാനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഷിഫ്റ്റിങ്ങിന്. അപ്പോൾ ഇതാട്ടോ വീട്. ദേ നിൽക്കുന്നു ഋഷിക്കുട്ടൻ, ദേ നിൽക്കുന്നു നമ്മുടെ ചെറുക്കൻ. അപ്പം ഞാൻ പിന്നെ വന്നത് കിച്ചണിലോട്ടാണോ. അന്നമാണല്ലോ നമുക്ക് ഉന്നം. പക്ഷെ ഞാനൊന്നും കഴിക്കില്ല, എനിക്ക് ഡയറ്റ് ആണല്ലോ. എൻ്റെ ഡിന്നർ കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. പിള്ളേർക്ക് ഇഷ്ടമുള്ളത് നോക്കി ഞാൻ മേടിച്ചുകൊണ്ട് വരുന്നത്. ഈ ബണ്ണ് ഉള്ളിൽ ഫില്ലിംഗ് ഉള്ള ബണ്ണൊക്കെ അവർക്ക് ഇഷ്ടമാണ്, ബട്ടറിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഒക്കെ.
അതുകൊണ്ട് ഞാൻ അതൊക്കെ സെലക്ട് ചെയ്ത് മേടിച്ചതാണ്. ഒരാൾ അവിടെ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള പരിപാടിയാട്ടോ. എനിക്കല്ല, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഡയറ്റില്ല, ഞങ്ങൾക്ക് തെറ്റിക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർ ഫുഡ് ഓർഡർ ചെയ്യണം, അതായത് ബാക്കിയുള്ളവർക്ക്. അപ്പോഴേക്ക് ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി ദേഹമൊക്കെ കുളിച്ച് വന്നു കേട്ടോ. അത് കണ്ടോ ഒരു മീൻ. അപ്പോൾ ഇനി ഞാൻ റൂമുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു റൂം. ഇത് പിള്ളേരൊക്കെ കളിക്കുകയും അവൻ പഠിക്കുകയും ഞങ്ങൾ വരുമ്പോൾ കിടക്കുകയൊക്കെ ചെയ്യുന്ന റൂം അതാട്ടോ. ഇത് ചേച്ചിയുടെയൊക്കെ റൂം, തുണിയൊക്കെ മടക്കി ഒക്കെ വെച്ചിട്ടുണ്ട് അവൾ. അപ്പോൾ ഇതാണ് സെക്കൻഡ് റൂം. ഇതാണ് മെയിൻ സ്ഥലം. ഇനിയാണ് മെയിൻ സ്ഥലം. നമ്മൾ പെണ്ണുങ്ങൾക്ക് മേക്കപ്പ് സ്ഥലമാണല്ലോ മെയിൻ സ്ഥലം. നല്ല ഭംഗിയില്ലേ? അങ്ങനെ അവിടെയൊക്കെ കുറേ നേരം കറങ്ങിയ ശേഷം ഇനി നമുക്ക് ഋഷിക്കുട്ടന് ഫുഡ് കൊടുക്കാം. ഞാൻ അവന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവൻ്റെ ഓരോ ഗുസ്തികൾ നിങ്ങൾ കണ്ടോ? എന്തൊക്കെ പരിപാടികളാണ് കയ്യിലിരിക്കുന്നത്. അങ്ങനെ അവൻ്റെ കുസൃതികളൊക്കെ കുറേ നേരം കണ്ടിരുന്നു. അപ്പോൾ ഇത് പിറ്റേന്ന് മോർണിംഗ് ആട്ടോ. ഞങ്ങൾ ഇന്നാണ് തിരിച്ചു പോകുന്നത്. ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ചന്ദ്രനെ ദുബായിക്ക് കൊണ്ടുപോകാനാട്ടോ ഞാൻ വന്നത്. അവന് വിൻ്റർ വെക്കേഷനാണ്. അപ്പോൾ അവനെ ദുബായിക്ക് കൊണ്ടുപോകാട്ടോ. നമ്മൾ രണ്ടും ബ്ലാക്ക് ആണ്. നമ്മൾ രണ്ടും. അവനും ബ്ലാക്ക്. ബ്ലാക്ക് ആണോ എല്ലാവരും? ചിരിച്ചേ, ഇങ്ങനെ കാണിക്കും. അപ്പോഴേക്ക് തിരിച്ചു വരാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്, ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് ഒരുങ്ങിയിട്ടൊക്കെ വന്നു. ഇങ്ങോട്ട് കൊണ്ടുവന്ന ഡ്രസ്സ് തന്നെ കേട്ടോ ഞാൻ ഇടുന്നത്. കാരണം ഒരുപാട് ലഗേജ് കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. കുഞ്ഞിൻ്റെ സാധനം തന്നെ കൊണ്ടുപോകാനുണ്ടാവും കുറേ. ഈശിക്കുട്ട വരുന്നില്ല ഞങ്ങളുടെ കൂടെ. ചേട്ടായി മാത്രമേ ഉള്ളൂ കേട്ടോ. ചേട്ടായി മാത്രമേ കൊണ്ടുവന്നുള്ളൂ കേട്ടോ. പോനില്ല, ചേട്ടായി മാത്രമേ കൊണ്ടുവന്നുള്ളെന്ന് പറഞ്ഞേ. മോൻ പോണ്ട, ചേട്ടായി മാത്രമേ കൊണ്ടുവന്നുള്ളൂ കേട്ടോ. ഋഷിക്കുട്ടൻ ഇപ്പോഴേ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ബഹളം തന്നെയാണ് കേട്ടോ. ഞങ്ങൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സിസ്റ്റർ കൊണ്ടുവിടും കേട്ടോ. ചേച്ചി ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടും. ഞങ്ങൾ അവിടുന്ന് ബസ്സിന് പോകും. അബുദാബിക്കാണ് ആദ്യം പോകുന്നത്, അവിടുന്ന് ദുബായിക്ക്. അങ്ങനെ കേട്ടോ പോകുന്നത്. ചന്ദ്ര ആണെങ്കിൽ ആകപ്പാടെ സന്തോഷത്തില്ല. അവനെ ആദ്യമായിട്ടാട്ടോ ഞാൻ അവിടെ നിൽക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. ഇതിനു മുമ്പ് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചപ്പോഴൊന്നും അതിന് പറ്റിയില്ല. ഇപ്പോഴാണ് അതിനുള്ളൊരു സാഹചര്യം ഒത്തുവന്നത്. തലേന്നേ തൊട്ടേ പാക്കിങ്ങുമായിട്ട് ചന്ദ്രു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സ്വന്തമായിട്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെക്കും. ബുക്കും പുസ്തകവും എന്ന് വേണ്ട എല്ലാം അവൻ തന്നെ എടുത്ത് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രത്തോളം സന്തോഷം ഉണ്ടെന്ന് കണ്ടോളൂ. ഇതേ കണ്ടില്ലേ അവൻ്റെ ഒരു തുള്ളിച്ചാട്ടം. അത്രത്തോളം ഉണ്ട് സന്തോഷം പോകാനായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാം പെറുക്കി കെട്ടി എല്ലാം പോകാനായിട്ടല്ല എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ്. ഇവിടുന്ന് ഞങ്ങൾ ഇനിയിപ്പം ബസ് സ്റ്റേഷനിൽ വിട്ടിട്ട് അവിടുന്ന് ഞങ്ങൾ അബുദാബിക്ക് പോകും. അബുദാബിയിൽ നിന്ന് ദുബായിക്ക് ബസ് കിട്ടും. നേരത്തെ ഇവർ താമസിച്ചിരുന്ന ഇടത്തോട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഒരൊറ്റ ബസ് കയറിയാൽ മതിയായിരുന്നു. ഇതിപ്പം ഞങ്ങൾക്ക് നേരെ അബുദാബി ചെന്നിട്ട് അബുദാബിയിൽ നിന്ന് വേണം ദുബായ് ബസ്സിന് പോകാനായിട്ട്. അപ്പോൾ സിസ്റ്റർ ഞങ്ങളെ ഇവിടുത്തെ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടും. അവിടുന്ന് ഞങ്ങൾ അബുദാബി ബസ്സിന് കയറിയിട്ട് അവിടുന്ന് ദുബായിക്ക്. ചിരിക്കാൻ പറഞ്ഞപ്പോൾ എന്തായാലും രണ്ടുപേരും കാര്യമായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈവനിങ് ടൈമൊക്കെ ആയതുകൊണ്ട് നല്ല നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. റോഡൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഞാനത് കാണിക്കാം. ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസങ്ങളായി. കാരണം എനിക്ക് പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നും എനിക്ക് പറ്റില്ലായിരുന്നു. കാരണം സൗണ്ട് ഒട്ടും ഇല്ലായിരുന്നേ. ഇപ്പം എല്ലാം ഏകദേശം ശരിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തെ ഒരാളിവിടെ കരച്ചിൽ തുടങ്ങി കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് പോവാട്ടോ. അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പോഴേക്കും കാറിനകത്ത് ഒരാൾ മുഖം വീർപ്പിച്ചിരിപ്പുണ്ട്. അവന് ഇത് കണ്ടിട്ട് സഹിക്കാനേ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ, അവനെ കൊണ്ടുപോകാൻ ഒരു നിർവാഹവും ഇല്ല. ഇനി ചന്ദ്രന് വേണ്ട കാർഡൊക്കെ എടുക്കുന്ന പരിപാടി കേട്ടോ. അതായത് ബസ്സിന് നമുക്ക് കാർഡ് എടുക്കണമല്ലോ. നാട്ടിലെ ടിക്കറ്റ് ആണെങ്കിൽ ഇവിടെ കാർഡ്, ആ പച്ചയാണ് അബുദാബി കാർഡ്, ഗ്രേ കളറ് ദുബായ് കാർഡ്. അപ്പോൾ കാർഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ചന്ദ്രു. അവനെന്തോ വലിയ കാര്യം കിട്ടിയ കണക്കിലായിരുന്നു അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങൾ അബുദാബി ബസ്സിന് കയറി കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ ഇനി അബുദാബി, അവിടുന്ന് ദുബായ്. ഓക്കെ, ചന്ദ്രു ആദ്യമായിട്ടാണ് ഇവിടെ ബസ്സിൽ കയറുന്നത്. അവൻ സ്കൂൾ ബസ്സിന് പോവുമെങ്കിലും ഇങ്ങനൊരു ബസ്സിൽ കയറുന്നത് ആദ്യമായിട്ട്. അങ്ങനെ അബുദാബിയിൽ ഞങ്ങൾ എത്തി കേട്ടോ. അബുദാബി ബസ് സ്റ്റാൻഡിനകത്ത് ബസ് പോയിട്ടില്ല. പുറത്തൊരു സ്റ്റോപ്പിലാണ് നിർത്തിയത്. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഈ ബ്രിഡ്ജിലൂടെ ബസ് സ്റ്റാൻഡിന് അകത്ത് പോകും. അപ്പോൾ ഈ ഒരു കാഴ്ച അടിപൊളിയാണ്. നടക്കാൻ, അത് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ സൂപ്പറാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ചെറിയൊരു പേടി വരും. താഴെ റോഡാണല്ലോ, അതുകൊണ്ട്. ചന്ദ്രു ഭയങ്കര ഹാപ്പിയായിരുന്നു. അവൻ ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നത്. അതിൻ്റെ സന്തോഷം അവൻ്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. അവൻ ഫുൾ വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും ഒക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരുവിധം ഇപ്പുറത്തെത്തി, അതായത് അബുദാബി ബസ് സ്റ്റാൻഡിൽ. അപ്പോൾ ഇനി ഇവിടെയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ബസ് പിടിക്കുക, നേരെ ദുബായിക്ക് വിടുക, അത്രേ ഉള്ളൂ. ആ കിടക്കുന്നത് കണ്ടോ, അതൊരു മരം മറിഞ്ഞു വീണതാണോ എന്നെനിക്ക് നല്ല ഡൗട്ടുണ്ട്. ആ മരം മറിഞ്ഞു വീണെങ്കിലും അത് അവരതൊരു ആർട്ടായിട്ടെടുത്തു. അവരത് ചെത്തി മിനുക്കി സൂപ്പറായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതിന് വീണതാണോ അവരത് കൊണ്ടുവച്ചതാണോ എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് എന്തായാലും കയറാമെന്ന് വിചാരിച്ചു. ഒരു 6, 6:30, 7 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ബസ്സിന് ഇരിക്കുമ്പോൾ വിശക്കും. അപ്പോൾ കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. എനിക്ക് ഡയറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഓറഞ്ച് ജ്യൂസായിട്ടോ പറഞ്ഞത്. അവർക്ക് 2 പേർക്കും ബർഗറും അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും. ഇത് കണ്ടോ, ടൊമാറ്റോ എടുത്ത് മാറ്റി വെച്ചിട്ട് ടൊമാറ്റോ സോസ് കൂട്ടിയാണ് ഇവരൊക്കെ കഴിക്കുന്നത്. ഈ പിള്ളേരെ ഇതൊക്കെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡ് കടിയൊക്കെ കഴിഞ്ഞ ശേഷം ബസ് കയറാനായിട്ട് പോവാട്ടോ. ആ റെഡ് ബസ്സാണ് നമ്മുടെ ബസ്. അതാണ് അൽവത്വ മാൾ. അടിപൊളിയാണ് അതിൻ്റെ ഉള്ളിൽ കാണാൻ. ഒരു ദിവസം ഞാൻ കൊണ്ട് കാണിക്കാം കേട്ടോ നിങ്ങളെ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ചേട്ടൻ പുറയിലായിരിക്കുന്നത്. 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണല്ലോ ഉള്ളത്. അപ്പം പുള്ളി പുറയിലിരുന്നു, ഞങ്ങൾ 2 പേരും മുമ്പിലിരുന്നു. ഏകദേശം 2 മണിക്കൂറിന് ശേഷം ഞങ്ങൾ അങ്ങനെ ദുബായിൽ ലാൻഡ് ചെയ്തു. ഒരു ടാക്സിയൊക്കെ പിടിച്ച് നേരെ അക്കോമഡേഷൻ. ഇപ്പം എന്തായാലും അവർക്ക് ഫുഡൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. ഇനി ഫുഡ് വേണമെന്ന് അക്കോമഡേഷൻ എത്തിയിട്ട് തീരുമാനിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.